പൊതുവെ നമ്മളുടെ മനസ്സിലെ ഹെൽത്ത് മാർക്കേഴ്സ് എന്താണ്? അതായത് നമ്മൾ ഒരാളെ വിസിബിൾ ആയിട്ട് കാണുമ്പോൾ അയാൾ എത്രമാത്രം ലീൻ ആണോ അത്രമാത്രം അദ്ദേഹം ഹെൽത്തി ആണെന്ന് നമ്മൾ ധരിക്കും, അല്ലേ? വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾ എത്രത്തോളം വണ്ണം വെച്ച് പോകുന്നോ അത്രത്തോളം അൺഹെൽത്തി ആണെന്നാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത്. എന്നാൽ പുറമേ നിന്നും നമ്മൾ ഈ കാണുന്ന ശരീരമല്ല, ആളുകളുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ റെഗുലർ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും അതുപോലെ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ക്ലയൻസിന്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉദാഹരണമായിട്ട് വെക്കുന്നത് എൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് ഹെൽത്ത് മാർക്കേഴ്സ് ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കണ്ടീഷനിൽ എൻ്റെ ബോഡി വെയിറ്റ് വെറും 74 കിലോയേ ഉള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് മാർക്കേഴ്സിലെല്ലാം വേരിയേഷൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ കൊളസ്ട്രോൾ 250ക്ക് മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് 82 kg ആണ്. എനിക്ക് അപ്രോക്സിമേറ്റ് 20% മുകളിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. ഞാൻ പഴയതിലും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പോൾ കഴിക്കുന്നുമുണ്ട്. എന്നാൽ ഞാൻ റീസെന്റ് ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഹെൽത്ത് മാർക്കേഴ്സ് എല്ലാം നോർമലായിരുന്നു. എസ്പെഷ്യലി എൻ്റെ കൊളസ്ട്രോൾ നോർമലിലേക്ക് വന്നു. ഞാൻ ഈ പറയുന്നത് വെറുതെയാണെന്ന് ആരും വിചാരിക്കേണ്ട. ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തും എൻ്റെ റിസർച്ചിന്റെയും അടിസ്ഥാനത്തിലാണ്. ജീവിതത്തിൽ യഥാർത്ഥ ഫിറ്റ്നസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫിറ്റ് ആണോ ഹെൽത്തി ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ പുറമെ വിസിബിൾ ആയിട്ടുള്ള മസിൽസും സിക്സ് മാത്രം നോക്കിയിട്ടില്ല. അതോരോരുത്തരുടെ ജെനറ്റിക്കിനെ ബേസ് ചെയ്തായിരിക്കണം ഓരോ പാരാമീറ്റേഴ്സ്. സിക്സ് പാക്ക് വന്നാലേ ഹെൽത്തി ആവൂ എന്നത് ഈ സ്റ്റിറോയിഡ് വിൽപ്പനക്കാരുടെയും അതുപോലെ സപ്ലിമെന്റ് കമ്പനിക്കാരുടെ സാധനങ്ങൾ വിറ്റ് പോകാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡാർക്ക് അജണ്ടയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ആളുകളും സിക്സ് പാക്ക് വന്നാലേ ഹെൽത്തി ആകൂ എന്നൊന്നില്ല. അതുപോലെ തന്നെ കുറച്ച് വണ്ണം കൂടിയാലും കുറച്ച് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയാലും അൺഹെൽത്തി ആകണമെന്നുമില്ല. അതുപോലെ ലീനായിട്ടിരിക്കുന്ന എല്ലാവരും ഹെൽത്തി ആണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കൺക്ലൂഷൻ ഇതാണ്: ഹെൽത്തി ആകണമെന്ന് കരുതി സിക്സ് പാക്ക് ഉണ്ടാക്കണമെന്നില്ല. ഹെൽത്തി ആകണമെന്ന് കരുതി നമ്മളെ ബോഡിയെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ഫോളോ ചെയ്യണമെന്നുമില്ല. നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാലം ഹെൽത്തി ആയിട്ട് നമ്മളുടെ ഫാമിലിയോടൊപ്പം അതുപോലെ വേണ്ടപ്പെട്ടവർക്കൊപ്പം ജീവിച്ചിരിക്കാൻ പറ്റൂ. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.